നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹില്ലി ഏരിയയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോകുന്ന ലൈന് കീപ്പ് ചെയ്യുക. നമ്മുടെ ലൈനിൽ മാത്രമേ നമ്മൾ പോകാവൂ. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമേ ലൈൻ ചേഞ്ച് ചെയ്യാവൂ. ഓവർടേക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പോകുന്ന ലൈൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്പീഡും ഗിയറുമാണ്. നമ്മൾ ഓവർ സ്പീഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓവർ സ്പീഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ടേൺസിൽ നമുക്ക് വാഹനം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അത് കാരണം ആക്സിഡൻറ്റ്സ് സംഭവിക്കും. സ്പീഡ് റിലേറ്റഡ് തന്നെയാണ് ഗിയറും. നമ്മളെപ്പോഴും ഒരു ലോവർ ഗിയറിൽ വേണം പോകേണ്ടത്. സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ. ഇപ്പോൾ ഏറെ ഇറക്കമാണെങ്കിൽ നിങ്ങളൊരു സെക്കൻഡ് ഗിയറിലൊക്കെ പോവുകയാണെങ്കിൽ ബ്രേക്കിംഗ് അത്രയും നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഫോർത്ത് ഗിയറിലൊക്കെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നല്ല സ്പീഡ് വാഹനം സ്ലോപ്പ് ഇറങ്ങും. അപ്പോൾ ഏറെ നമ്മൾക്ക് ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് കാരണം ബ്രേക്ക് പാഡ്സ് ഹീറ്റപ്പ് ആവും. ഇപ്പോൾ നമ്മളൊരു ലോവർ ഗിയർ, സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ തേർഡ് ഗിയറിലാണ് നമ്മൾ ഇറങ്ങുന്നത്. കയറ്റത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ലോവർ ഗിയറിലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇറക്കത്തിൽ നമ്മളിപ്പോൾ ലോവർ ഗിയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒന്ന് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് ബ്രേക്കിംഗ്, എക്സ്ട്രാ ബ്രേക്കിംഗ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പീഡ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിലായിരിക്കണം. ഗിയർ എപ്പോഴും ലോവർ ഗിയർ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ യാതൊരു കാരണവശാലും വളവിൽ, അതായത് ടേൺസിൽ ഓവർടേക്ക് ചെയ്യാനേ പാടില്ല. അതിപ്പോൾ ഹില്ലി ഏരിയ ആയിക്കോട്ടെ, അല്ലാത്ത ഏരിയയിലാണെങ്കിലും നിങ്ങൾ ടേൺസിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഈ ഹില്ലി ഏരിയയിലാണെങ്കിൽ നമ്മൾ വളവിൽ വിസിബിലിറ്റി കുറവായിരിക്കും. മിക്കവാറും എല്ലാം ബ്ലൈൻഡ് ടേൺ ആയിരിക്കും. നമുക്ക് എതിർ സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്സിഡൻസിനെ വിളിച്ചു വരുത്തുന്നതായിരിക്കും. അപ്പം ടേൺസിൽ ഒരിക്കലും നമ്മൾ ഓവർടേക്ക് ചെയ്യാനേ പാടില്ല. അടുത്തതായിട്ട്, ഇപ്പം ഏറെ വാഹനങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോഴും ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൽ നിന്നൊരു കുറച്ച് മിനിമം സേഫ് ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഫ്രണ്ടിൽ പോകുന്ന വാഹനം എപ്പോഴാണ് സഡനായിട്ട് ബ്രേക്ക് ഇടുന്നത്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് സൈഡ് ചെയ്ത് വാഹനം നിർത്തും. അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. അപ്പോൾ എപ്പോഴും ഈ സിറ്റി ട്രാഫിക്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ തൊട്ടടുപ്പിച്ച് അങ്ങനെ എടുക്കരുത്. കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്, അതായത് ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം നമ്മൾ വാഹനം എടുക്കാൻ. ഇനി അടുത്തത് നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂ ആണ്. അതായത് നമുക്ക് എത്ര ദൂരം കാണാൻ പറ്റുന്നോ ആ കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും മാക്സിമം നമുക്ക് എത്ര, ഇപ്പോൾ വളവാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ എത്ര ഏരിയ നമുക്ക് കാണാൻ പറ്റുമോ അത്ര ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുക. മാക്സിമം നമ്മൾക്ക് ഏരിയ കാണാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് വാഹനം ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കുക. അത്രയും ദൂരം നമ്മൾ ഫോക്കസ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഒരു സൈഡ് മാത്രം അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത്. നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ഏരിയ, നമ്മൾ വ്യൂ കാണാൻ പറ്റുന്ന ഏരിയ കവർ ചെയ്യും. ഇനി അടുത്തതായിട്ട്, ഇപ്പം റോഡ് കൺജസ്റ്റഡ് ആണ്, അതുപോലെ നമ്മൾ ഇറങ്ങുവാണ്, വേറൊരു വാഹനം കയറ്റം കയറുവാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എപ്പോഴും കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതൊരു തമ്പ് റൂൾ പോലെയാണ്. കാരണം നമ്മളിപ്പോൾ കയറ്റം കയറുന്ന വാഹനം, എസ്പെഷ്യലി ലോഡഡ് വാഹനമൊക്കെ ആണെങ്കിൽ കയറ്റം കയറാൻ വാഹനത്തിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുത്തില്ല, അപ്പോൾ അവർക്ക് വാഹനം നിർത്തേണ്ടി വരുവാണെങ്കിൽ നിർത്തിയിട്ട് കയറ്റത്തിൽ വാഹനം എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ ഇറങ്ങും, ഓപ്പോസിറ്റ് കയറ്റം കയറി ഒരു വാഹനം വരുവാണ്, ഏരിയ കൺജസ്റ്റഡ് ഏരിയ ആണെങ്കിൽ നമ്മളെപ്പോഴും വാഹനം നിർത്തി കൊടുക്കുക. കയറ്റം കയറുന്ന വാഹനത്തിന് പ്രിഫറൻസ് കൊടുക്കുക. കാരണം ഇറക്കത്തിൽ നമ്മൾ സ്ലോ ചെയ്താലും നമുക്ക് പിന്നീട് വാഹനം എടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ എപ്പോഴും കയറ്റം കയറുന്ന വാഹനത്തിന് വേണം ഹില്ലി ഏരിയയിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ഹോണിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം നമ്മളൊരു ബ്ലൈൻഡ് ടേൺ ആണ്, ഇപ്പം ഷാർപ്പ് ടേൺ ആണ്, നമുക്കറിയത്തില്ല അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനത്തെ ഏരിയയിൽ ഒരു ഹോൺ കൊടുക്കുന്നത് നല്ലതായിരിക്കും, അതിൽ പ്രോബ്ലം ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു ഹെവി ഒരു ടിപ്പർ അല്ലെങ്കിൽ ലോറി പോവുകയാണ്, ലോഡഡ് വെഹിക്കിൾ പോവുകയാണെങ്കിൽ നമ്മളതിന് പുറകെ നിന്ന് ഇങ്ങനെ ഹോൺ അടിക്കാൻ പാടില്ല. കാരണം അവർക്ക് എല്ലാ വാഹനത്തിനും നിർത്തി സൈഡ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് എത്തേണ്ട സമയത്ത് അവർക്ക് എത്താൻ പറ്റത്തില്ല. ഇപ്പം നല്ല എക്സ്പീരിയൻസ് ഡ്രൈവറാണ് ലോഡഡ് വെഹിക്കിൾ ഓടിക്കുന്നതെങ്കിൽ ഫ്രണ്ടിലെ വാഹനങ്ങളുടെ ഗ്യാപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ റോഡിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് അവർ നമ്മൾക്ക് റോഡിന് വീതി കൂടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സൈഡ് തരും. അപ്പം ഈ രണ്ട് സാഹചര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ബ്ലൈൻഡ് ടേൺ ആണെങ്കിൽ നിങ്ങൾ ഹോൺ അടിക്കുക. രണ്ടാമത്തെ, ഇപ്പോൾ ഒരു ലോഡഡ് വെഹിക്കിൾ ഫ്രണ്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഹോൺ അടിച്ച് ചുമ്മാതെ
അവരെ ഇത് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ഇങ്ങനത്തെ ഏരിയയിൽ നമ്മൾക്കിപ്പോൾ വാഹനം നിർത്തേണ്ട ആവശ്യം വരുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊരു വളവിൽ അല്ലെങ്കിൽ ഒരു ടേണിൽ നമ്മൾ കൊണ്ട് വാഹനം നിർത്താൻ പാടില്ല. കാരണം വളവുകളിൽ വാഹനം പാർക്ക് ചെയ്യുവാണെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന വാഹനം അത് തട്ടാനുള്ള മാക്സിമം ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഏരിയ കുറച്ച് കൂടുതൽ ഏരിയ റോഡിൻ്റെ സൈഡിലോട്ടുള്ള ഒരു സ്ഥലം നോക്കി അങ്ങനത്തെ ഏരിയയിൽ വേണം പാർക്ക് ചെയ്യേണ്ടത്. വെറുതെ കൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ചുമ്മാ ഒതുക്കിയിടരുത്. അങ്ങനെ ഇടുവാണെങ്കിൽ പുറകെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ഏരിയ കുറച്ചുള്ള സൈഡിൽ കൊണ്ട് വേണം നിങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വളവുകളിൽ നിങ്ങൾ പാർക്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഏരിയയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കോൺസെൻട്രേഷനാണ്, നമ്മുടെ ശ്രദ്ധ. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു റൂട്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ സൈഡിലെ വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ടിലെ വ്യൂ അതൊക്കെ കണ്ട് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ വാഹനത്തിൽ ആൾക്കാരിരുന്ന് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മുടെ ഫോക്കസ് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെയുള്ള റോഡുകളിൽ വളവുകളിൽ എസ്പെഷ്യലി ഹില്ലി ഏരിയസിൽ ആക്സിഡൻറ്റ്സ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഫ്രണ്ടിൽ നമ്മുടെ റോഡിലോട്ടും നമ്മൾ വളവുകൾ എടുക്കുന്നതിലോട്ടും വാഹനം ഓടിക്കുന്നതിലോട്ടും ആയിരിക്കണം. അല്ലാതെ നമ്മൾ സൈഡിലെ വ്യൂ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ സംസാരം ശ്രദ്ധിക്കാനോ അങ്ങനത്തെ ഒരു മോഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. അത് കാരണം ആക്സിഡൻറ്റ്സ് സംഭവിക്കാനുള്ള ചാൻസസും കൂടും. ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ റൂട്ടിൽ വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം വരേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉറക്കം വരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനത്തെ റൂട്ടിൽ പോകുന്നത് തന്നെ ആ ഒരു ടൈം അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ ഒരു സെക്കൻഡ് പോലും നമ്മളൊന്ന് വാഹനത്തിലൊന്ന് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ആക്സിഡൻറ്റ്സ് തീർച്ചയായിട്ടും സംഭവിക്കാൻ പറ്റുന്ന ഏരിയ ആണ് ഈ ഹില്ലി ഏരിയ. അപ്പോൾ എപ്പോഴും നമ്മൾ അലർട്ടായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഉറക്കം വരുന്നുണ്ട്, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ വാഹനം എവിടെയെങ്കിലും നിർത്തിയിടുക, മുഖം ഒന്ന് കഴുകുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്തൊരു ചായയോ എല്ലാം കുടിക്കുക. അങ്ങനത്തെ ഒരു ഏരിയ ആണെങ്കിൽ എന്തായാലും നമ്മൾക്ക് ആ ഒരു ഉറക്കം വരുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാനേ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഏരിയയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം ഇറങ്ങേണ്ടത്. ഹിൽ ഡ്രൈവിങ്ങിൽ അപ്പോൾ ഓവർടേക്കിംഗ് മറ്റു വിഷയങ്ങളിൽ ഞാൻ അടുത്ത വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.